ഫസ്റ്റ് കളർ വരുന്നത് ഒത്തിരി പേര് റീസ്റ്റോക്ക് ചോദിച്ച ഒരു ക്രീം ഷെയ്ഡായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ദുപ്പട്ട പാകിസ്ഥാനി ദുപ്പട്ട തന്നെയാണ്, പക്ഷെ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ കൊണ്ടുവന്നിരുന്നത് ഗ്ലാസ് വർക്ക് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ഗ്ലാസ് വർക്ക് വേണ്ടാത്തവർക്ക് വേണ്ടി കുറച്ച് പേര് അങ്ങനെ ചോദിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഗ്ലാസ് വർക്ക് ഇല്ലാതെ ചെയ്തേക്കുന്ന ഐറ്റം കേട്ടോ. പക്ഷേ ഭംഗിയുള്ള ഐറ്റം തന്നെയാണ്. ഫുള്ളായിട്ട് ആ സെയിം പ്രിന്റും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ഗ്ലാസ് വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ച് റേറ്റും കുറവുണ്ട് കേട്ടോ. ഏകദേശം ഒരു 100 രൂപയോളം നമുക്ക് റേറ്റ് കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും റീസണബിൾ ആയിട്ട് നമുക്കിത് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത്. പ്രിന്റിന് ഞാൻ എപ്പോഴും പറയാറുള്ളത് ചെറിയ ചെറിയ വേരിയേഷൻസ് മേ ബി വരാം, ചെറുതായിട്ട് ഒരുപാടല്ല കേട്ടോ, ചെറിയ ചെറിയ വേരിയേഷൻസേ ഉള്ളൂ. നമുക്ക് അങ്ങനെ പെട്ടെന്ന് അറിയാൻ പാകത്തിനുള്ള ഒരു വേരിയേഷൻ വരത്തില്ല. ഇത് ടോപ്പിൽ ജോർജറ്റ് ഫാബ്രിക്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഞാൻ പ്ലെയിൻ ആയിട്ട് ഇറക്കിയായിരുന്നു, അതും നന്നായിട്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മോഡലായിരുന്നു. അതിൻ്റെ തന്നെ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഗ്ലാസ് വർക്ക് ഇല്ല, ടോപ്പ് നേരത്തെ വന്നിരുന്ന പോലെ തന്നെ ഫ്രണ്ട് പോർഷനിൽ വർക്ക് കൊടുത്തിട്ടുള്ള മോഡലായത്. ബോട്ടം ഉണ്ട് കേട്ടോ. ഒത്തിരി പേര് ഞാൻ ഇന്നാൾ കാണിച്ചപ്പോഴും ചോദിച്ചു ബോട്ടം ഇല്ലെന്ന്. ബോട്ടം ഉണ്ട്, ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. എല്ലാത്തിലും സെയിം കളർ, ടോപ്പിന്റെ സെയിം കളർ തന്നെയുള്ള ബോട്ടം വെച്ചിട്ടുണ്ട്. സാരൻ സിൽക്കിന്റെ ഫാബ്രിക് ആണ് കേട്ടോ. പിന്നെ ടോപ്പിന്റെ ഫ്രണ്ട് പോർഷനിലാണ് വർക്ക് വരുന്നത്, ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് വരും. ജോർജറ്റ് ആണ് മെറ്റീരിയൽ. ദുപ്പട്ട വരുന്നത് സിൽക്ക് ഫാബ്രിക്കിൽ തന്നെയാണ് കേട്ടോ. ഫുള്ളായിട്ട് ആ ഒരു നമ്മുടെ മൊഡാല് പോലെ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് നമുക്ക് ദുപ്പട്ടയ്ക്ക് വരുന്നത്. നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും കൂടെ പ്ലെയിൻ ആയിട്ടുള്ള കളേഴ്സിൻ്റെ കൂടെ ഉപയോഗിക്കാം. പിന്നെ ഇട്ടേക്കുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡില്ലേ, അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ എല്ലാത്തിൻ്റെയും കൂടെ മാച്ച് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം. പ്രത്യേകിച്ച് ബ്ലാക്കിൻ്റെ കൂടെ എന്തായാലും ചേരും. അപ്പോൾ ഇതിന് എല്ലാം ഡിഫറെൻറ്റ് കളേഴ്സിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് കളർ വരുന്നത് ക്രീം ഷെയ്ഡ്, നമ്പർ V144. ഇതിന്റെ പ്രൈസ് 699 രൂപ മാത്രമേ ഉള്ളൂ, 6000. അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലൂ കളറാട്ടോ. ടീൽ ബ്ലൂ അല്ല, നമുക്ക് കുറച്ച് തെളിച്ചുള്ള നല്ലൊരു ബ്ലൂ ആണ്. സെയിം തന്നെ വർക്കും കാര്യങ്ങളൊക്കെ സെയിം ആണ്, ഫുൾ വർക്ക് കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ടയ്ക്കകത്ത് ഇതിനോട് മാച്ചിങ്ങിൽ കുറച്ചൊരു ബ്ലൂവിന്റെ കോമ്പിനേഷൻ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോർഡറിലും ബ്ലൂ കളർ തന്നെയാണ്. ഓരോ കളറിനും മാച്ചിങ് അനുസരിച്ച് തന്നെ നമുക്ക് ആ ഒരു ബോർഡറിലും ചെറുതായിട്ട് ഒരു പൈപ്പിങ്ങിന്റെ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ദുപ്പട്ട ഇതുപോലെ വരും കേട്ടോ. എല്ലാം നല്ല അടിപൊളി കളേഴ്സാണ്. സെൻട്രൽ കണ്ടില്ലേ, ബ്ലൂവിന്റെ കോമ്പിനേഷൻ ആണ് വരുന്നത്. ശരിക്കും സിൽക്കിന്റെ ആ ഒരു എടുപ്പ് കേട്ടോ, ആ ഒരു മെറ്റീരിയലിന് അത്ര എടുപ്പുണ്ട്. പിന്നെ അത് മാത്രമല്ല നമുക്ക് വാഷ് ചെയ്യാനും ഒന്നും കുഴപ്പമില്ലാത്ത മെറ്റീരിയലാണ്. പിന്നെ ഗ്ലാസ് വർക്ക് കൂടി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് വാഷ് ചെയ്യാം. റഫായിട്ട് യൂസ് ചെയ്താലും കുഴപ്പമില്ല ഈ ഒരു മെറ്റീരിയൽ. ബാക്ക് സൈഡ് പ്ലെയിൻ ആട്ടോ. ബോട്ടം ഉണ്ട് സെയിം കളർ, നമ്പർ V143, റേറ്റ് 699. അടുത്ത വരുന്നത് നോർമലി പാകിസ്ഥാനിൽ അങ്ങനെ വരാത്തൊരു ഷെയ്ഡാട്ടോ. കുറച്ചൊരു ബ്രൈറ്റർ ഒരു ഷെയ്ഡാണ്, നല്ലൊരു യെല്ലോയുടെ ഷെയ്ഡ്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ പോർഷനിലും യെല്ലോ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ എല്ലാത്തിനും കൂടെ നിങ്ങൾക്ക് ഇടാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഒരു മെറൂണിൻ്റെ കൂടെ ഞാൻ ജസ്റ്റ് ആ ഒരു പ്ലെയിൻ മെറ്റീരിയൽ ഇട്ടിരിക്കുന്നതുകൊണ്ട് എല്ലാ ഇതുമായിട്ട് നമുക്കത് മാച്ച് ആയി പോകും. യെല്ലോയുടെ കൂടെ ഇങ്ങനത്തെ ആ ഒരു മെറൂൺ നല്ലതായിട്ട് മാച്ച് ആയി പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത്. യെല്ലോ ഷെയ്ഡിലും സെൻറ്ററിൽ കൊടുത്തേക്കുന്ന സെയിം ആ ഒരു കളർ തന്നെയാണ് നമുക്ക് ടോപ്പിന് വരുന്നത് കേട്ടോ. ചെറിയൊരു കളർ വേരിയേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം തെളിഞ്ഞ് നിൽക്കുന്ന സൈസ് നല്ലൊരു യെല്ലോ കളറാണിത്. ബോട്ടം വരുന്ന സാറ്റിൻ സിൽക്ക് സെയിം കളർ, നമ്പർ V146, റേറ്റ് വരുന്ന 699. ഇതും വരാത്ത ഷെയ്ഡാണ്, നല്ല ലാവണ്ടർ കളർ കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും സെൻറ്ററിൽ ലാവണ്ടർ കൊടുത്തിട്ടുണ്ട്, ബോർഡറിനും ആ ഒരു സെയിം ലാവണ്ടർ ഷെയ്ഡാണ്. ബോർഡർ പൈപ്പിംഗ് ഒക്കെ കൊടുത്തേക്കുന്നതും സെയിം കളർ തന്നെയാണ് കേട്ടോ. ബോട്ടം സെയിം കളർ സാറ്റിൻ സിൽക്കിൻ്റെ മെറ്റീരിയൽ. ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് വർക്കുണ്ട്. ഇതൊക്കെ നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്നാലും അടിപൊളിയായിട്ടുള്ളൊരു സെറ്റാണ്. എന്തായാലും പാകിസ്ഥാനി ഇപ്പോൾ ഉള്ളവരാണേലും എടുക്കാം കേട്ടോ. കാരണം ഇത് ഇച്ചിരിയുടെ വെറൈറ്റിയാണ്. നമുക്ക് കളേഴ്സ് അനുസരിച്ച് മാറി മാറിയാണ് പ്രിന്റ് കൊടുത്തേക്കുന്നത്. ദുപ്പട്ടയൊക്കെ കാണാൻ നല്ല രസമില്ലേ. പിന്നെ ദുപ്പട്ട ഞാൻ പറഞ്ഞാൽ എല്ലാത്തിനെയും കൂടെ ഉപയോഗിക്കാം. എന്താണെങ്കിലും ഈ ഒരു ദുപ്പട്ട എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും പ്രയോജനമാണ്. ഒത്തിരി ലാസ്റ്റും ചെയ്യും ഈ ഒരു മെറ്റീരിയൽ. നമുക്ക് വാഷ് ചെയ്തും അങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത മെറ്റീരിയലാണ്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി നാളത്തെ നമുക്ക് ഉപയോഗിക്കാനും പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇതിൻ്റെ നമ്പർ വരുന്നത് V141, റേറ്റ് 699. അടിപൊളിയായിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡാണ്. ഞാൻ ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ബ്ലാക്കിൻ്റെ ഭംഗി എന്താണെന്നുള്ളത്. എല്ലാത്തിലും ആദ്യമേ വരുമ്പോൾ ബ്ലാക്കിന് ഭയങ്കരമായിട്ടുള്ള ഒരു ചോദ്യം ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഏത് കളറാണെന്നും നിങ്ങൾക്ക് പ്രശ്നമില്ല, ബ്ലാക്കിൻ്റെ കൂടെ എല്ലാ കളറും മാച്ച് ആയി പൊക്കോളും. നിങ്ങളുടെ കയ്യിലുള്ള പ്ലെയിൻ കളേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാ ഷെയ്ഡ്സുമായിട്ട് മാറ്റാക്കാം. അപ്പോൾ അങ്ങനെ ബ്ലാക്ക് ഓൾറെഡി ഉള്ളവരാണെങ്കിൽ വേറെ കളേഴ്സ് ചൂസ് ചെയ്യാം. ബ്ലാക്ക് ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ബ്ലാക്ക് എടുത്തോ കേട്ടോ. അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ടയ്ക്കകത്ത് സെൻറ്ററിൽ ബ്ലാക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത്, ബോർഡറിനും ബ്ലാക്ക് തന്നെയാണ് കേട്ടോ. ബോട്ടം സാറ്റിൻ സിൽക്ക്. ഇതിൻ്റെ നമ്പർ V142, റേറ്റ് 699. ഇതും ബ്ലൂവിൻ്റെ തന്നെ ഒരു കോമ്പിനേഷനാണ്. ഞാൻ മുമ്പേ കാണിച്ച ബ്ലൂ ആയിട്ട് കുറച്ച് വ്യത്യാസമുണ്ട്. മറ്റേത് കുറച്ചുകൂടി തെളിഞ്ഞ ബ്ലൂ ആയിരുന്നു. ഇത് ഇച്ചിരി ഡാർക്കർ ഷെയ്ഡ് എന്ന് വെച്ചാൽ നേവി ബ്ലൂ അല്ല കേട്ടോ. നമ്മുടെ റോയൽ ബ്ലൂവും നമ്മുടെ കുറച്ച് തെളിഞ്ഞ സൈസ് ആ ഒരു കളറും കൂടെ ചേർന്നിട്ടാണ്. റോയൽ ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല, റോയൽ ബ്ലൂവിന് ഭയങ്കര ഒരു തെളിച്ചില്ല, അത്രയും തെളിച്ചതിനില്ല. മുമ്പേ കാണിച്ച കളറാണെങ്കിലും നമ്മുടെ ടീൽ ബ്ലൂവിൻ്റെ തെളിഞ്ഞ ഷെയ്ഡ്. ഇത് അതിന് തന്നെ കുറച്ച് ഡാർക്കർ ഷെയ്ഡ് എന്നേ ഉള്ളൂ. ചെറിയ ചെറിയ കളർ വേരിയേഷൻ നമ്മുടെ ഫോണിൻ്റെ ഇതനുസരിച്ച് വരും. നമ്മുടെ എന്നല്ല, ഏത് ഫോണിലാണെങ്കിലും അതങ്ങനെ ചെറിയൊരു വേരിയേഷൻ വരും കേട്ടോ. ക്യാമറയുടെ ആ ഒരു ഇത് വെച്ചിട്ട് ലെൻസിൽ കൂടെ നമുക്ക് കറക്റ്റ് ഒരു കളർ ചിലതിന് കിട്ടത്തില്ല. അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ട സെയിം തന്നെ നമുക്ക് ആ ഒരു സെൻറ്റർ പോർഷനിൽ ടോപ്പിൻ്റെ സെയിം കളർ തന്നെയാണ് കൊടുത്തേക്കുന്നത്.
എല്ലാം ആ ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ കറക്റ്റാണ്. പൈപ്പിംഗ് ആ ഒരു ബോർഡറും ഒക്കെ നമുക്ക് ടോപ്പിൻ്റെ സെയിം കളർ തന്നെയാണ്. പിന്നെ ബോട്ടം വരുന്ന സാറ്റിൻ സിൽക്ക്, നമ്പർ V147, റേറ്റ് 699. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നിരിക്കുന്ന പാകിസ്ഥാനി ദുപ്പട്ടയുടെ ലാസ്റ്റ് കളർ വരുന്നത് വൈൻ ഷെയ്ഡാണ്. സെയിം എല്ലാത്തിനും വരുന്ന പോലെ തന്നെ ചെറിയൊരു വർക്ക് മൊത്തത്തിൽ പോയിട്ട്, ചെറുതല്ല അത്യാവശ്യം നല്ല വർക്ക്, ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് പോകും. അതിലും ചെറുതായിട്ട് സീക്വൻസിൻ്റെ ഡിസൈനും പോയിട്ടുണ്ട്. ദുപ്പട്ടയുടെ ഡിസൈനില്ല കേട്ടോ. എല്ലാത്തിനും സെൻറ്ററിൽ ആ ഒരു ടോപ്പിൻ്റെ മെയിൻ കളർ തന്നെ സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട്. ബോർഡറിനും സെയിം കളർ. ബോട്ടം സാറ്റിൻ സിൽക്ക്, നമ്പർ V145, റേറ്റ് 699 മാത്രമേ ഉള്ളൂ. 6